എന്റെ ഭഗവാനെ രക്ഷിക്കണേ, ഈശ്വരന്മാരെ രക്ഷിക്കണേ, ഈശ്വരന്മാരെ. എന്താണ് ഗിരീശ? അച്ഛൻ അച്ഛനും നിന്റെ അച്ഛന്റെ സാരല്ല നാരായണേട്ടാ, നമ്മുടെ കള്ളൻ ഗിരീശനല്ലേ, എന്തെങ്കിലും കട്ടോടോടുമായിരിക്കും. എന്നാ അവന്റെ പിന്നാലെ പോലീസും കാണും. അമ്മേ, 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 എന്ത് പറ്റിയടാ? അച്ഛൻ അച്ഛന് അച്ഛൻ പിന്നെ കല്യാണം കഴിക്കാൻ പോണ്. അമ്മേ, 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 എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ഛേ, ഒന്നും പറയണ്ട. അമ്മ എവിടാ? എന്താ? അമ്മ അകത്തുണ്ട്. നീ വാ, കാര്യം പറയട്ടെ. അമ്മേ, എന്താടാ? അറിഞ്ഞോ ഇന്ന് അച്ഛന്റെ കല്യാണോ? ദൈവമേ. അമ്മേ, അമ്മേ, എന്താ മക്കളെ, ഇന്ന് സ്കൂളില്ലേ? ഇന്ന് ഞങ്ങൾ പോകുന്നില്ല. അതെന്താ? ഇന്ന് ഞങ്ങളുടെ അച്ഛന്റെ കല്യാണ. വാമേ, നമുക്കും പോവാം. വാമേ. ഉണ്ണീഷൻ സാറേ, ഉണ്ണീഷൻ സാറേ, എന്താണ് ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത്? ഇതൊരു സർക്കാർ ഓഫീസാണെന്ന് അറിയില്ലേ? ഉണ്ണീഷൻ സാർ എവിടെ? ഉണ്ണികൃഷ്ണൻ ടാക്സി കളക്ഷൻ പോയിരിക്കാ. ടാക്സി കളക്ഷൻ പോയിരിക്കാണെന്ന്. കുറെ കാലായാലും ഉണ്ണിയെ പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്നു. അടുത്ത അങ്ങനെ നടക്കുവോ? സംശയ. ആദ്യം നടക്കാൻ പോകുന്നത് അവന്റെ അച്ഛൻ മാധവ പണിക്കരുടെ കല്യാണ. ഇന്ന് തൃക്കോട്ടൂർ അമ്പലത്തിൽ വെച്ച് 11-നും 11:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ മൂപ്പരുടെ 5:30 കല്യാണമാ. 5:30 കല്യാണോ? അതെന്താ ഈ ആരാ? ഇപ്പൊ കെട്ടാൻ പോകുന്ന 6ാമത്തെ പെണ്ണ് തന്നെയാ. പക്ഷെ 5ാമത് കെട്ടിയതിനെ ഒരു ഫുൾ കല്യാണമായിട്ട് കരുതാൻ പറ്റില്ല. അതെന്താ? 5ാം ഭാര്യ കുറുക്കിക്കൊല്ലി കല്യാണി ഒരു 2ാം കെട്ടുകാരിയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ കളിയാക്കി പറയുന്നത് അതൊരു അരക്കല്യാണമെന്നാ. കുറുക്കിക്കൊല്ലി എന്നുള്ള വീട്ടുപേരാ? മണ്ടത്തരം പറയാതിരിക്കണോ. ഇത്രയും വൃത്തികെട്ട പേര് ആരെങ്കിലും സ്വന്തം വീടിന്റെ മുകളിൽ എഴുതി വെക്കോ? ആ, ഉണ്ണികൃഷ്ണന്റെ അച്ഛനെ കെട്ടാൻ വേണ്ടി കല്യാണി ആദ്യ ഭർത്താവിനെ വിഷം കുറുക്കി കൊടുത്ത് കൊന്നു എന്നാ ജനസംസാരം. ആ, കുറുക്കിക്കൊല്ലി കല്യാണി എന്ന് ആരെങ്കിലും അവള് കേൾക്ക വിളിച്ചാൽ അവന്റെ കാര്യം പോക്കാ. എന്റെ ഒരു ഫ്രണ്ടിനുള്ള കല്യാണാലോചനയായിട്ട് വന്നതാ. കല്യാണാലോചനയായിട്ട് ഓഫീസിൽ കയറി വരുന്നത് തന്നോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഇന്ന് വൈകുന്നേരം ക്ഷേത്ര നടയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ മെനഞ്ഞാന്ന് പിരിഞ്ഞത്? അയ്യോ, ഒരു അത്യാവശ്യ കാര്യം പറയാണ്ടായിട്ടല്ലേ. എന്താ കല്യാണാലോചന വല്ല ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടുണ്ടെന്ന് മാത്രമല്ല, മുഹൂർത്തം നിശ്ചയിച്ചു കഴിഞ്ഞു. നേരാണോ ശിശുപാലൻ ചേട്ടാ ഈ പറയുന്നത്? നേരെ തന്നെ. പക്ഷെ കല്യാണം സാറിനല്ല, സാറിന്റെ അച്ഛൻ മാധവ പണിക്കർക്കാ. ഉണ്ണികൃഷ്ണ, ഒരിക്കൽ കൂടി അച്ഛന്റെ കല്യാണ സദ്യ ഉണ്ണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ ഉണ്ണികൃഷ്ണ. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണോ? കുറച്ച്. എടീ കുറുക്കിക്കൊല്ലി, ആരടാ? ചേട്ടനായിരുന്നോ? ഞാൻ ഇപ്പൊ തന്തയ്ക്ക് വിളിക്കാൻ പോയതാ. സോറി സോറി സോറി. നീ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് വിരുന്നും കൂടി ഇവിടെ ഇരുന്നോ? ഇതോടുകൂടി നിന്റെ അരവട്ട് മുഴുവട്ടാവും. ചേട്ടാ, നല്ല ചൂട് കപ്പലും ചേട്ടാ, ഇപ്പൊ വാങ്ങിച്ചതേ ഉള്ളൂ. ഇതാ. വേണ്ട, അവന്റെ കൊടല് കുത്തി പുറത്തെടുക്കും ഈ കുത്തിക്കൊല്ലി കുട്ടപ്പന. അയ്യോ, ആരുടെ കുടല് ചേട്ടാ? എന്തിനാ കുടല്? നീ തൃക്കട്ടൂർ അമ്പലത്തിൽ വരുന്നോ? ഞാൻ വരുന്നില്ല. എന്തിനേട്ടാ? നിന്റെ കെട്ടുവന്റെ അടുത്ത കെട്ട് തടയാൻ. ആരുടെ കെട്ട്? എവിടെ ഒന്നങ്ങോട്ട് മാറാ. എന്തോ ഇങ്ങോട്ട് വാ, വന്നേ. എന്താ വിളിച്ചത്? അവൻ എവിടെ പോയാ ഗോപാലകൃഷ്ണൻ? ആര്യ പൂജാരി? അതല്ലടോ, എന്റെ മുക്ത സന്താനം. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എങ്ങോട്ട് പോയി? ഗോപാലകൃഷ്ണൻ കുഞ്ഞ്, താനിത് എവിടേക്കാണോ? കഥനക്ക് തീ വെക്കാൻ പോവാണ്. കുഞ്ഞിനെ അച്ഛൻ വിളിക്കുന്നു. താലി കെട്ടല്ലേ ടെൻഷൻ കാണും. ക്രമസമാധാന നില തകരാതിരിക്കാൻ നിങ്ങൾ ജാഗ്രതയോടുകൂടി നിൽക്കണം, മനസ്സിലായോ? എന്റെ അച്ഛന്റെ കല്യാണം മുടക്കാൻ ചിലപ്പോ എല്ലാ പടകളും കൂടി എത്തിന്ന് വരും. പക്ഷേ ഒറ്റെണ്ണത്തിന് ഇതിനകത്ത് കടത്തി പോകരുത്. അച്ഛനെന്നെ വിളിച്ചായിരുന്നു. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? അവളുമാർക്ക് ഇവിടെ എത്തുന്നതിനും എനിക്ക് താലി കെട്ടണം, വേഗമാട്ടെ. ഇത് അവിടെ കൊണ്ട് കൊടുക്കണോ? മുഹൂർത്തത്തിന് 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ടല്ലോ. എടാ കഴുതേ, മുഹൂർത്തം നോക്കിയിരുന്ന എന്റെ മരണാടിയന്ത്രം നടത്തേണ്ടി വരും. മാത്രമല്ല അധികം താമസിയാതെ ആ ഉരുപ്പടി ഇറക്കിക്കൊണ്ട് വാ. എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, 16,000 കെട്ടി അങ്ങേ സ്തുതിക്കണം.
എത്തി. നമസ്കാരം. ഇരിക്കൂണ്ടേ? അതിനെന്താ? ഇവിടെ നിന്നിരുന്ന വേലി കെട്ടി പോലെ നിന്നോളൂ കേട്ടോ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞങ്ങൾ ഇവിടെ കിടക്കാൻ വന്നാലും വഴക്കുണ്ടാക്കാൻ വന്നാണ് പോലീസുകാരാ. കടക്കാൻ പറ്റില്ല, ഇവിടെ കടക്കാൻ പറ്റില്ല. അച്ഛാ, എല്ലാം മംഗളമായി തോന്നുന്നത്. അച്ഛൻ അനുഗ്രഹിക്കാൻ എല്ലാ അമ്മമാരും കൂടി ഒന്നിച്ചെത്തിയിട്ടുണ്ട്. നന്നായി. അവര് വന്നോ? എടോ, ഈ മണിയടിയൊക്കെ നിർത്തി എന്തെങ്കിലും ഉണ്ടാക്ക്. ഗോപാലകൃഷ്ണ, അവരെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ ധൈര്യമായിട്ട് കിട്ടിക്കോ. തകർത്ത് നല്ലോണം താലി. നീ മാറടാ. എന്റെ ഭർത്താവ് അവിടെ കള്ളക്കെട്ട് കിടന്നത്. നിന്റെ ഭർത്താവോ? ആ കാലമട കെട്ടി ആദ്യം എന്നെയാ. ആ അത് കഴിഞ്ഞ് എന്നെയും. ഇങ്ങോട്ട് മാറ. പിന്നെ എന്നെയാ. പിന്നെ എന്നെയും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ആ അത് പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ കല്യാണിയുടെ തൽസ്വരൂപം നീ അറിയേണ്ടി വരും. നിങ്ങളുടെ തനിസ്വരൂപം കണ്ടാളെ വേറെ കല്യാണം കഴിക്കും. പ്രിയ അമ്മമാരെ, ചിത്തമ്മമാരെ, സഹോദരന്മാരെ മാറിപ്പോവുക. ക്രമസമാധാനത്തിന് തകരാതിരിക്കാൻ നിങ്ങൾ ഏവരും സഹകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉത്തമങ്ങളായ ഓരോ ഭാര്യമാരുടെയും കടമായി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നീ കൂടി കൂട്ടി നിൽക്കുകയാണോ? ഇത് നടത്തരുതടാ. ഈ സംഘർഷാവസ്ഥയിൽ അമ്മമാർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തൽക്കാലം എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ എനിക്ക് വെടിവെക്കേണ്ടി വരും. എങ്കിൽ വെക്കണ വെടി. ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, താലി എവിടെ പോയി? അയ്യോ, തപ്പെടുക്ക്. അച്ഛൻ വിളിച്ചോ? മാറ്റായി കോപ്പ്. ആരാടാ വെടിവെച്ചത്? വെടിവെച്ചതല്ല, കതിനെ പൊട്ടിയതാ. ഞാൻ വിചാരിച്ചു നീ ആ മൂതാവികളൊക്കെ കൊന്നൊടുക്കിയെന്ന്. അല്ല, എന്ത് കഴിയാൻ? താലി പോയി. താലിലാണ്ട് എങ്ങനെ കെട്ടു നടക്കണേ? ഗോപാലകൃഷ്ണ, ഇനി എന്താ ചെയ്യാ? അച്ഛാ, തൽക്കാലം അമ്മയുടെ താലി വാങ്ങി അഡ്ജസ്റ്റ് ചെയ്താലോ? അങ്ങനെ താലി ഇനി വൈകിട്ട് അതെ. കെട്ടുക. അച്ഛാ, അത് ഞാൻ കെട്ടാം. വേഗം കെട്ടച്ചാ. ആ, മാല കൂടെ പൂജാരി. വേഗം കൂടട്ടെ. ആ, വേഗം ആട്ടെ. ആ, അതിന്. ആ, വേഗം ഇടുക. കൊള്ളാം. ഈ പിടിക്കുക. ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ. വാ, വാ. ഇതേ, വേഗം വാ. ആയിക്കോട്ടെ. വേഗം. അമ്മമാരെ, ചിത്തമ്മമാരെ, വിട്ടോ, വിട്ടോ. അമ്മേ വന്നു. ഇനി ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ചങ്ങോട്ട് കയറുക. ഓടോ, വലതും ഇടതും ഒന്നും നോക്കണ്ട, ഇഷ്ടമുള്ള കാര്യം വെച്ച് കയറിക്കോ. പഴനീര് കളിക്കാൻ കുട്ടിയെ. അച്ഛാ, അപ്പൊ പിന്നെ അവരെ ഞാൻ എന്താ വിളിക്കാ? തൽക്കാലം മോൾ ഒന്നും വിളിക്കണ്ട. ആകെ മൊത്തം നാറിയിരിക്കുക. മോളച്ഛന്റെ മൊത്തോട് പനിനീര് തെളിച്ച് നാറ്റം പോട്ടെ. മതി മതി. അയ്യോ, കുറുക്കി കൊല്ലി, കുത്തി കൊല്ലി. എന്താ അങ്ങനെ നോക്കണേ? പേടി തോന്നുന്നുണ്ടോ? ഇല്ല. ഒന്നും പേടിക്കണ്ട. കുറുക്കി കൊല്ലി ചിറ്റമ്മ വരുന്നു. അതെ. വരട്ടാ, വരട്ടെ. എടാ കാലമാടാ, എന്നോട് എങ്ങനെ തോന്നിയടോ ഇങ്ങനെ ചെയ്യാൻ? എടീ, നിന്നെ കെട്ടിയപ്പോ എന്റെ പഴയ ഭാര്യമാർക്ക് ഇതേ ചോദ്യം എന്നോട് ചോദിക്കായിരുന്നു. പക്ഷെ അവരത് ചോദിച്ചില്ല. എന്താണെന്ന് അറിയാമോ? അവരെല്ലാം തറവാടികളാ. ഒരു തറവാടി ഞാൻ പറയുന്നു. നാണമില്ലല്ലോടോ സ്വന്തം തന്റെ പെണ്ണ് കെട്ടിക്കാൻ നടക്കാൻ. എടി കല്യാണി, നീ അടങ്ങുന്നുണ്ടോ? തൽക്കാലം അടങ്ങാൻ മനസ്സില്ല. അളിയനത് എന്ത് ഭാവിച്ചാ? തുണി മാറുന്നത് പോലെ പെണ്ണുങ്ങളെ ഇങ്ങനെ ഇടക്കിടക്ക് മാറുന്നത്. അതേടാ, അച്ഛന് വേണമെന്ന് തോന്നിയാ ഇനിയും കെട്ടും 10ഓ 15ഓ. ആ അങ്ങനെ ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാൻ ഈ കുത്തി കൊല്ലി കുട്ടപ്പ സമ്മതിക്കില്ല. അളിയാ, മര്യാദക്ക് ആ പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പഞ്ചസൂത്ര സമീക്ഷ. എടാ, നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയെങ്കിലേ അന്തസ്സായിട്ട് ചെലവിന് കൊടുത്ത് പൊറപ്പിക്കുന്നുണ്ട്. അതെ, ഇവിടെ പ്രശ്നമുണ്ടാക്കാനാണ് പുറപ്പാടെങ്കിൽ ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങിക്കോളും. പോ. അളിയോ, ഞാൻ കാരണം എന്റെ പെങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് വേണ്ട. അതുകൊണ്ട് ഞാൻ പോകുക. അളിയ, എന്നെ ഒന്ന് നേരെയാക്കിത്താ. ആ, ക്ഷിപ്രമഹിമ. ആ, ഇപ്പൊ ശരിയോ? ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എടേ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിച്ചില്ലെങ്കിൽ ചുരുട്ടി ഒടിച്ച് ഞാൻ ഇവിടെ ഇടും.
അയ്യോ അയ്യോ കുഞ്ഞിനെന്ത് പറ്റി? വേണ്ട വേണ്ട, ഇതൊക്കെ അവരുടെ സ്ഥിര അടവല്ലേ, കള്ളബോധക്കേടാ. എടോ കള്ള പോലീസുകാരെ യഥാർത്ഥ ബോധക്കേടാണോ? ബോധം ഉണ്ടായിട്ട് വേണ്ടേ കേടാൻ. എടി നീ വന്നേ, ഞാൻ പാടോ ഒരു കാര്യം പറയട്ടെ. മോനെ, നീ വന്ന് വല്ലതും കഴിക്കേ. വേണ്ടമ്മേ, എനിക്ക് വിശക്കുന്നില്ല. അമ്മ കഴിച്ചു കിടന്നു. പ്രഗത്ഭരായ കളരിയഭ്യാസികളായിരുന്നു എന്റെ അച്ഛനും മുതുമുത്തശ്ശന്മാരുമെല്ലാം. ഇത് കണ്ടോ, തലമുറ തലമുറകളായി ഈ തറവാടിന്റെ മാനം കാത്തുരക്ഷിച്ച പടവാളാണിത്. ഈ വാൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് എന്റെ അച്ഛൻ വീരദ്രവം പ്രാപിച്ചത്. എത്ര എത്ര കളരിയഭ്യാസികളുടെ തലകളാണ് ഈ വാൾ കൊണ്ട് വെട്ടി വീഴ്ത്തിയിട്ടുള്ളതെന്ന് അറിയാമോ? സുശീല ഒന്നുകൊണ്ട് പേടിക്കണ്ട. സ്ത്രീകൾ എന്റെ ഒരു ദൗർബല്യമാണെങ്കിലും ഞാൻ അവരെ പീഡിപ്പിക്കാറില്ല, വിവാഹം ചെയ്ത് സംരക്ഷിക്കാറേ ഉള്ളൂ. അച്ഛനും മുത്തച്ഛന്മാരും എല്ലാം ഇതേ പാരമ്പര്യക്കാരായിരുന്നു അല്ലേ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? കേവി കൊള്ളാം. എടോ കിളവാ, തന്റെ ആദ്യ രാത്രി ഞാൻ പൊളിച്ചടുക്കി കൈത്തരാം. ഈ മുല്ലപ്പൂക്കളുടെ ഇടയില് അല്പം നായ്ക്കരണപ്പൊടിയും കൂടെ ഉണ്ടെങ്കിലേ ആദ്യ രാത്രിക്ക് ഒരു ഹരം ഉണ്ടാവും. എന്റെ കയ്യിൽ നിന്ന് പോകുന്ന 6ാമത്തെ പാല. എന്തൊരു സൗരഭ്യം! കാച്ചിയ എണ്ണയുടെ മണമുള്ള മുടി എനിക്കൊരു ലഹരിയാ. എന്തൊരു കുളിര് അല്ലേ? എന്താ നിനക്ക് കുളിരുന്നില്ലേ? കുളിരുകൊണ്ടായിരിക്കും, വല്ലാതെ വേർക്കുന്നു. എനിക്കും അങ്ങനെ തന്നെ. കുളിര് വരുമ്പോ വല്ലാതെ വേർക്കും. നമ്മൾ തമ്മിൽ എന്ത് പൊരുത്തമാ. ആരാ ഈ സമയത്ത്? നോക്കിയിട്ട് വരാം. എന്താണോ ഇത്? പാല്. രാത്രി പാല് കുടിച്ചാൽ എന്റെ പയർ സ്തംഭിക്കുമെന്ന് എനിക്കറിയില്ലേ? ആദ്യ രാത്രിയല്ലേ? അത് കുളവാക്കാനാണോ തന്റെ പരിപാടി? പോ. വേണ്ടെങ്കി വേണ്ട. ഈ നായരുടെ ഒരു കാര്യം, ഈ സമയത്തല്ലേ നാളികേരത്തിന്റെ അരക്കേടെ കണക്കുമായിട്ട് വരണത്. എന്താ സുശീലേ, ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ആദ്യമേ നിന്നെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് തന്നെ ആയിരിക്കില്ലേ നിങ്ങൾ മറ്റുള്ള ഭാര്യമാരോടും പറഞ്ഞിരിക്കുക? ഇല്ല സുശീലേ, നിന്നാണ് സത്യം. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പറയണത്. അത് നിനക്ക് അവരെ കാണുമ്പോ മനസ്സിലാവും. ഇനി നമുക്ക് വിശ്രമിച്ചോട്ട് സംസാരിക്കാം. വരൂ. സുശീലേ, നിലാവും കുളിരുമുള്ള നമ്മുടെ, അല്ല നിന്റെ ആദ്യ രാത്രിയില് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരണോ അതോ പാട്ട് പാടിത്തരണോ? പാടുവോ? പിന്നെ, പോലീസ് ഓർക്കസ്ട്രയിലെ പ്രധാന ഗായകനായിരുന്നു ഞാൻ. എങ്കിലൊരു പാട്ട് പാടുവോ? എല്ലാ പ്രോഗ്രാമിനും ആദ്യമായി പാടിക്കൊണ്ടിരുന്ന ആ പാട്ട് ഞാൻ നിനക്ക് വേണ്ടി പാടാം. പാടട്ടെ. തങ്ക പുഷ്പക്കൂറിയിട്ട് തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച. ചൊറിയണല്ലോ, ചൊറിയണല്ലോ. ചൊറിയത്തില്ലേ? ചൊറിഞ്ഞേ ചൊറിഞ്ഞേ. എന്ത് പറ്റി? വരുന്നു. ചൊറിയുന്നോ? ചൊറിയുന്നു. താനല്ലേ കിടക്ക വിരിച്ചത്? അതെ, ഞാനല്ലേ കിടക്ക തട്ടി വിരിച്ചിട്ടത്. ചൊറിയിടൂ. അവിടുത്തെ ചൊറിഞ്ഞ ഞാൻ തീർത്തോളാം. നീ എല്ലാം ചൊറി ചൊറി ചൊറി. എന്താണ് കിളിക്കണത്? അതെ, ആദ്യ രാത്രിയല്ലേ, പിന്നെ ചെറുപ്പക്കാരുമല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് നായ്ക്കൊന്നപ്പൊടി വെതറി. ഭഗവാനെ,